Welcome students. Exercise 5.2 ലെ 9th question ആണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. Prove that the function f given by f of x is equal to mod x minus 1 where x belongs to r is not differentiable at x is equal to 1. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ മോഡ് എക്സ് മൈനസ് 1. അപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ അല്ലെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെ ഫോർമുല അറിഞ്ഞു വെക്കണം. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആയിട്ട് പോയിന്റ് എക്സ് എന്നോ സീന്നോ എന്ത് വേണേലും എടുക്കാം. അപ്പം അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെ ഫോർമുല. ഇനി റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് പോയിന്റ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഈ രണ്ട് ഫോർമുല അറിഞ്ഞു വെച്ചെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഇക്വൽ ടു 1 ആണ് എടുക്കേണ്ടത്. അപ്പം അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് ഫോർമുല. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം. നമ്മൾ അറ്റ് എക്സ് ഇസ് ഒരു 1 അല്ലേ എടുക്കണ്ടേ. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 1 മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ദാറ്റ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 1. ഇവിടെ 1 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡ് 1 മൈനസ് 1 മൈനസ് എഫ് ഓഫ് 1 മൈനസ് എച്ച്. എക്സിന് പകരം നമ്മൾ 1 മൈനസ് എച്ച് കൊടുക്കണം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 മൈനസ് എച്ച് മൈനസ് 1 ഡിവൈഡഡ് ബൈ എച്ച്. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ 1ഉം 1ഉം ക്യാൻസലായി പോവും. 1ഉം മൈനസ് 1ഉം. അതുപോലെ തന്നെ ഇവിടെയും 1ഉം മൈനസ് 1ഉം ക്യാൻസലായി പോവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇതെന്ന് പറയുന്നത് 0 ആയിട്ട് പോവും. 0 മൈനസ് മോഡ് മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ദാറ്റ് ഈസ് ഇക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് മോഡ് മൈനസ് എച്ച് ബൈ എച്ച്. ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പം മോഡുലസ് ഇവിടെ മോഡുലസ് മൈനസ് എച്ച് എന്നാണ് വന്നിരിക്കുന്നത്. അത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 അതെന്തായി തീരും? പ്ലസ് എച്ച് എന്നാകും ഡിവൈഡഡ് ബൈ എച്ച്. കാരണം ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു മോഡുലസ് മൈനസ് 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മോഡുലസ് കളഞ്ഞു കഴിയുമ്പോൾ നെഗറ്റീവ് ഇല്ലാതെ ആൻസർ എഴുതുമ്പോൾ നമ്മൾ പോസിറ്റീവ് 1 എന്നാണ് സാധാരണ എഴുതാറുള്ളത്. അതാണ് മോഡുലസിൻ്റെ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ മോഡുലസ് മൈനസ് എച്ച് എന്ന് പറയുന്നത് മോഡുലസ് കളയുമ്പോൾ നമ്മൾ അതിനെ പോസിറ്റീവ് എന്നാണ് കിടക്കുന്നത്. മൈനസ് ഓൾറെഡി മൈനസ് വെളിയിലുണ്ട്, അതും കൂടെ കൂട്ടി മൈനസ് എച്ച് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ എച്ചും ക്യാൻസലായി പോകും. നമുക്ക് എന്ത് കിട്ടും? മൈനസ് 1 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇനി അടുത്തത് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് പോയിന്റ് എക്സ് ഇക്വൽ ടു 1 ചെയ്യണം. അതിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറയുമ്പം ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കൊടുത്തു കഴിയുമ്പം എക്സിൻ്റെ വാല്യൂ 1 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എച്ച്. അപ്പം ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 പ്ലസ് എച്ച് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ഫംഗ്ഷന് 1 പ്ലസ് എച്ച് കൊടുത്തു കഴിയുമ്പം 1 പ്ലസ് എച്ച് മൈനസ് 1 ഓൾറെഡി അവിടെയുണ്ട്. ക്വസ്റ്റ്യനുള്ളത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ മോഡ് എക്സ് മൈനസ് 1 അല്ലേ. അപ്പോൾ എക്സിന് പകരം ഇവിടെ എക്സിന് പകരമാണ് 1 പ്ലസ് എച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 പ്ലസ് എച്ച് മൈനസ് 1. അടുത്തത് എന്താ? എഫ് ഓഫ് 1 ആണ് വന്നിരിക്കുന്നത്. അപ്പം 1 മൈനസ് 1 എക്സിന് പകരം 1 ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ അടുത്ത് എന്ത് കിട്ടും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇവിടെ ഈ 1ഉം മൈനസ് 1ഉം ക്യാൻസലായി പോകും. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ 1ഉം മൈനസ് 1ഉം ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡ് എച്ച് മൈനസ് 0 ബൈ എച്ച്. ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മോഡ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മോഡ് എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് ആണ്. മോഡുലസ് എച്ച് മോഡുലസ് മൈനസ് എച്ച് വരുമ്പോഴത്തേനും മോഡ് എച്ച് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ പോസിറ്റീവ് എച്ച് ആണെങ്കിലും എച്ച് തന്നെ എച്ച് ഡിവൈഡഡ് ബൈ എച്ച് എന്നാവും. എച്ചും ക്യാൻസലായി പോകും. ആൻസർ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ രണ്ട് ഈക്വൽ അല്ലെന്ന് എഴുതുക.
ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്. ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1. Okay, next question. Next question, 10th question. Prove that the greatest integer function defined by f of x is equal to greatest integer of x 0 less than x less than 3 is not differentiable at x is equal to 1 and x is equal to 2. അപ്പോൾ x is equal to 1നും x is equal to 2ൻ്റെ കേസിൽ ഇത് ഡിഫറൻഷ്യബിൾ അല്ലെന്ന് പ്രൂവ് ചെയ്യണം. ഒരിക്കലും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ കണ്ടിന്യൂസും ആകത്തുമില്ല, ഡിഫറൻഷ്യബിളും ആകത്തില്ല. പക്ഷെ നമുക്കത് പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിന് മുമ്പ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനെ കുറിച്ച് ഒരു ചെറിയൊരു രീതിയിൽ ഇൻട്രൊഡക്ഷൻ പറയണമെന്നുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എന്താ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് അല്ലേ. അപ്പം വണ്ണിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, 1 ആണ്. അതുപോലെ തന്നെ 1.1ൻ്റെ എന്തായിരിക്കും വരുന്നത്, 1. കാരണം എങ്ങനെയാണ്, 1.1 ഇത് ഈക്വൽ ടു എക്സ് ആയതുകൊണ്ട് നമ്മുടെ ഡെഫിനിഷൻ തന്നെ ഈക്വൽ ടു എക്സ് ആയതുകൊണ്ട് നമ്മൾ 1 എടുക്കും. അത് മനസ്സിലായിക്കാണല്ലോ. 1.1 എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 1.1 എന്ന് പറയുന്നത് ഏതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്, 1നും 2നും ഇടയ്ക്കല്ലേ 1.1 വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ 1.1നേക്കാളും ചെറിയ വാല്യൂ ആയ 1 അതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ 1 വന്നത്. 1.99 മനസ്സിലായല്ലോ. അതിനേക്കാളും ചെറിയ വാല്യൂ എന്ന് വെച്ചാൽ ഇൻറ്റിജർ, ഇതുപോലെ ഡോട്ട് ഇട്ടുള്ള നമ്പർ എടുക്കത്തില്ല, വോൾ നമ്പേഴ്സ് ആയി എടുക്കത്തുള്ളൂ. അപ്പം നമ്മളിവിടെ എന്തെടുക്കണം, 1. ഞാൻ ഇതോ 2.00 ഞാൻ പറഞ്ഞല്ലോ പോയിൻ്റ് ഉള്ളത് എടുക്കത്തില്ല, എന്തെടുക്കും, 2 എടുക്കും. ഇവിടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ നമ്പർ 2 എന്ത് വരും, 2 തന്നെ. 2.99 എന്ത് വരും, 2 തന്നെ. 3.001 3 തന്നെ വരും. അങ്ങനെയാണ് വരുന്നത്. നമുക്കിവിടെ ചെയ്യേണ്ട മെയിൻ കാര്യം ഓർത്ത് വെക്കേണ്ടത്, ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മെയിൻ കാര്യം ഓർത്ത് വെക്കേണ്ടത് ഇതാണ്. 1 വരുമ്പോൾ 1 ആണെന്ന് ഓൾറെഡി അറിയാം. പക്ഷേ 1+h വരുമ്പം ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം വരുന്നുണ്ട് 1+hൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 1+h എന്ന് പറയുന്നത് എന്താ, 1 ആണ് വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 0, 1, 2 ഇങ്ങനെയാണല്ലോ. അപ്പം 1ൻ്റെ കൂട്ടത്തിൽ h കൂട്ടുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ആണല്ലോ 2 അല്ലേ. അതുപോലെ തന്നെ 1ൻ്റെ കൂട്ടത്തിൽ h മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ആണ് 0. അപ്പോൾ നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 1+h എന്ന് എടുത്തു കഴിയുമ്പം ഞാൻ പറഞ്ഞല്ലോ അതിനേക്കാളും ചെറിയ വാല്യൂ 1+hനേക്കാളും ചെറിയ വാല്യൂ ഏതാ, 1. അതാണ് ഇവിടെ എടുക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ 1 വന്നത്. അതുപോലെ തന്നെ 1-h 0യും 1നും ഇടയ്ക്കുള്ളതാണ് 1-h എന്ന് പറയുന്നത്. അപ്പം 1-hനേക്കാളും ചെറിയ വാല്യൂ ആയിട്ട് കിടക്കുന്ന ഇവിടെ എന്താ, 0 ആണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ 1-hന് പകരം 0യും 1+hന് പകരം 1ഉം വന്നത്. ഓക്കെ. അതുപോലെ തന്നെ 2ൻ്റെ കേസും ക്വസ്റ്റിന് വരുന്നുണ്ട്. 2 ഓൾറെഡി 2 ആണ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 2 ഓൾറെഡി 2 ആണെന്ന് അറിയാം. പക്ഷേ 2+h എങ്ങനെ വരും, 2 വരും. ഇതുപോലെ തന്നെ ഓർത്തെടുത്താൽ മതി. 1+h 1 വന്നു, അപ്പം 2+h എന്താ, 2 തന്നെ വരും. ഇപ്പം 1, 2, 3 ഇങ്ങനെയല്ലേ എടുക്കുന്നത്. അപ്പം 2ൻ്റെ കൂട്ടത്തിൽ ഒരു വാല്യൂ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് 3. അതുപോലെ തന്നെ 2ൻ്റെ കൂട്ടത്തിൽ h മൈനസ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 1. അപ്പം ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്നാ, 2+hൻ്റെ ഗ്രേറ്റസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത് നോക്കിക്കേ. 2+hൻ്റെ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഞാൻ പറഞ്ഞിരുന്നല്ലോ, 2+hനേക്കാളും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് ഏതാ, അതിൻ്റെ ഫ്രണ്ടിലത്തെ വാല്യൂ ആയി കിടക്കുന്ന ഏതാ, 2. അതാണ് ഇവിടെ ഗ്രേറ്റസ്റ്റ് വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി 2-h എന്ന് പറയുമ്പോൾ തന്നെ നോക്കിക്കേ, 2-h 1നും 2നും ഇടയ്ക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏതാ എടുക്കുന്നത്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആയിട്ട് 1. അങ്ങനെയാണ് ഇവിടെ 1 വന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ 1+h 1-h 2+h 2-h ഈ 4 കാര്യങ്ങൾ ഓർത്തെടുക്കണം ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ. ഇനി ക്വസ്റ്റ്യനോട്ട് പോകാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് is equal to 1നും x is equal to 2ലും ഡിഫറൻഷ്യബിൾ അല്ലെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട എന്താ, ഡിഫറൻഷ്യബിൾ അല്ലെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ LHD നോട്ട് ഈക്വൽ ടു RHD എന്ന് പ്രൂവ് ചെയ്യണം. ഇത് പ്രൂവ് ചെയ്താലല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം LHD പ്രൂവ് ചെയ്യണം. അറ്റ് x is equal to 1ൽ പ്രൂവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട്
RHD at x is equal to 1 പ്രൂവ് ചെയ്യണം. അപ്പം LHD നോക്കാം. LHD ലിമിറ്റിനെ കുറിച്ച് എങ്ങനെയാണ്? ലിമിറ്റ് h ടെൻസ് ടു LHD പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലിമിറ്റ് h ടെൻസ് ടു 0 f of x minus f of x minus h divided by h, that is equal to limit h tends to 0 x-ന് പകരം 1 കൊടുക്കുക, f of 1 minus f of 1 minus h divided by h, that is limit h tends to 0. f of 1 എന്ന് പറയുന്ന ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1 ആണെന്നറിയാം. അതുപോലെ തന്നെ f of 1 minus h എന്ന് പറയുന്ന ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1 minus h divided by h. മനസ്സിലായല്ലോ? മുമ്പ് ഞാൻ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ പറയാൻ കാരണം തന്നെ ഇതാണ്, 1 മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1 മൈനസ് എച്ച് ടെൻസ് ടു 0. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1 എന്താണെന്നറിയാം, 1. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1 മൈനസ് എച്ച് എന്ന് പറയുന്നത് എന്താ? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1 മൈനസ് എച്ച് എന്ന് പറയുന്നതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എത്രയാണ് വരുന്നത്? 0. അപ്പോൾ ഇവിടെ എന്ത് എഴുതി വെക്കും നമ്മൾ? 0 എഴുതി വെക്കും, ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ എന്ത് കിട്ടും? ലിമിറ്റ് h ടെൻസ് ടു 0 1 മൈനസ് 0 എന്ന് പറയുന്ന 1 ഡിവൈഡഡ് ബൈ എച്ച്. അപ്പം എച്ചിന് 0 കൊടുത്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? 1/0 എന്ന് കിട്ടും. 1/0 എന്ന് പറയുന്ന എന്താ? നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ അത് നോട്ട് ഡിഫൈൻഡ് ആയിട്ട് കിട്ടും. ഇനി അടുത്ത് പ്രൂവ് ചെയ്യേണ്ടത് RHD ആണ്. RHD പ്രൂവ് ചെയ്യാനുള്ള ഫോർമുല ലിമിറ്റ് h ടെൻസ് ടു 0 f of x പ്ലസ് h മൈനസ് f of x ബൈ എച്ച് എന്ന് പറയുമ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 f of എക്സിന് പകരം 1 കൊടുക്കുക, 1 പ്ലസ് എച്ച് മൈനസ് f of 1 ഡിവൈഡഡ് ബൈ എച്ച്, ദാറ്റ് ഈസ് ഇക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0. നമ്മൾ ആ ഫോർമുലയോട് കൊടുക്കുമ്പോൾ ഇത് എന്ത് കിട്ടും? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1 പ്ലസ് എച്ച് ഫംഗ്ഷനിലോട്ട് കൊടുക്കുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1 പ്ലസ് എച്ച് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1 ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1 പ്ലസ് എച്ച് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 1 അല്ലേ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം 1 പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ 1 മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1 എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ എച്ച്. എന്ത് കിട്ടും? ലിമിറ്റ് h ടെൻസ് ടു 0 ബൈ എച്ച് എന്ന് കിട്ടും. ആൻസർ എന്താ? 0. അപ്പോൾ രണ്ട് കേസും എന്തായി? നോട്ട് ഈക്വൽ എന്ന് കിട്ടി. അപ്പോൾ LHD എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു RHD എന്ന് കിട്ടും. ദെയർഫോർ ഹെൻസ് f of x എന്ന് പറയുന്നത് എന്താ? നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x ഈസ് ഇക്വൽ ടു 1. x ഈസ് ഇക്വൽ ടു 1ൻ്റെ കേസിൽ ഡിഫറൻഷ്യബിൾ അല്ലെന്ന് കിട്ടി. ഇനി അടുത്തത് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? LHD അറ്റ് x ഈസ് ഇക്വൽ ടു 2 പ്രൂവ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ RHD അറ്റ് x ഈസ് ഇക്വൽ ടു 2. രണ്ട് കേസ് ഇവിടെ പ്രൂവ് ചെയ്യണം. നമ്മളിപ്പോൾ x ഈസ് ഇക്വൽ ടു 1ൻ്റെ കേസ് മാത്രമേ പ്രൂവ് ചെയ്തുള്ളൂ. ഇനി അടുത്ത കേസ് പ്രൂവ് ചെയ്യണം. അതിന് ഉപയോഗിക്കേണ്ട ഫോർമുല എന്താ? നേരത്തെ ചെയ്തപോലെ തന്നെ ലിമിറ്റ് h ടെൻസ് ടു 0 f of x മൈനസ് h ഡിവൈഡഡ് ബൈ h തന്നെ. ഇവിടെ എക്സിന് പകരം 2 കൊടുക്കണമെന്നേ ഉള്ളൂ. ലിമിറ്റ് h ടെൻസ് ടു 0 f of 2 മൈനസ് h ഡിവൈഡഡ് ബൈ h, ദാറ്റ് ഈസ് ഇക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 f of 2 എന്താവും? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 2 മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 2 മൈനസ് h ഡിവൈഡഡ് ബൈ h എന്നാകത്തില്ലേ? അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 2 എത്രയാ? 2 തന്നെ വരും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 2 മൈനസ് h എന്ത് കിട്ടും? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 2 മൈനസ് h എന്ന് പറയുന്നത് എന്താ വരുന്നത്? 2ൽ നിന്ന് 1 മൈനസ് ചെയ്ത് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 1. അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 2 പ്ലസ് h എന്ന് പറയുന്നത് എന്ത് വരും? എത്ര വരും? 2 വരും. ഞാനത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ h എന്ന് വരും. ലിമിറ്റ് h ടെൻസ് ടു 0. അപ്പോൾ ഇതെന്ത് വരും? 1/h എന്ന് കിട്ടും. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു അതിന് മുമ്പ് ഇവിടെ hന് 0 കൊടുക്കാമല്ലോ. ഇനി ലിമിറ്റ് ഉണ്ട് ആവശ്യമില്ലല്ലോ. അപ്പം 1/0 എന്നാവും. അപ്പോൾ എന്ത് കിട്ടും? നോട്ട് ഡിഫൈൻഡ് എന്നാവും അല്ലേ? ഇനി അടുത്തത് ലിമിറ്റ് h ടെൻസ് ടു 0 f of x പ്ലസ് h മൈനസ് f of x ഡിവൈഡഡ് ബൈ h. ലിമിറ്റ് hന് 2 കൊടുക്കുക, f of 2 പ്ലസ് h മൈനസ് f of 2 ഡിവൈഡഡ് ബൈ h, ദാറ്റ് ഈസ് ഇക്വൽ ടു ലിമിറ്റ്
എച്ച് ടെൻസ് ടു സീറോയെ എഫ് ഓഫ് 2 പ്ലസ് എച്ച് എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 2 പ്ലസ് എച്ച് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 2 എഫ് ഓഫ് 2 വരും ഡിവൈഡഡ് ബൈ എച്ച്. ദാറ്റ് ഈസ് ഇക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 2 പ്ലസ് എച്ച് എന്ന് പറയുന്നത് 2 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2 മൈനസ് ഇത് എന്താ വരും 2 തന്നെ വരും. 2 ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ എന്ത് വരും ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോയെ 0 ബൈ എച്ച് എന്ന് വരും. ഇനി നമ്മൾ എച്ചിന് 0 കൊടുക്കുമ്പോൾ എന്താ ആൻസർ കിട്ടുന്നത് 0 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി എൽ എച്ച് ഡിയും ആർ എച്ച് ഡി എന്താ നോട്ട് ഈക്വൽ എന്ന് കിട്ടി. ദെയർഫോർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈസ് ഇക്വൽ ടു 2. അപ്പോൾ എക്സ് ഈസ് ഇക്വൽ ടു 2ൻ്റെ കേസിൽ ഡിഫറൻഷ്യബിൾ അല്ലെന്ന് കിട്ടും. ഓക്കെ.